അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി 9 o'clock ആയി. അപ്പൊ നമുക്ക് വേഗം അയിനെ അംഗനവാടിക്ക് വിടണം. നാളെയാണോ? എടാ ഡാൻസ് പഠിക്കണ്ടേടോ കണ്ണ. അത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇതാ നമുക്ക് ജന്നേനെ പോയിട്ട് എപ്പോഴും എഴുന്നേറ്റ് അമ്മ എന്താ ഉണ്ടാക്കുന്നേ? എത്ര സമയം അറിയാമോ? പയറ് ഉപ്പിനും പൊടി വെച്ചേക്കാം. അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ. എമിക്കുട്ടും ബ്രഷ് ചെയ്തു. കുട്ടികളൊക്കെ ഉള്ളപ്പോ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും രാവിലെ. ഇപ്പഴാ ഞാനൊന്ന് മുഖമെങ്കിലും കഴുകണേ. കണ്ടു എന്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ആയി. എന്തായാലും ഉറങ്ങണല്ലോ, എണീച്ച് മുറ്റടിക്കലും ബാക്കിയൊക്കെ കഴിക്കാന്ന് ഓർത്ത് എണീറ്റ് വന്നതാണ്. പക്ഷെ ഫോണിന് തലേ ദിവസം അത് പോവും. എന്നാലും ഫോൺ കൊടുക്കാണ്ട് അതൊക്കെ ചെയ്യണമെന്ന് ഓർത്ത്. ഒരാൾക്കൊരു പെട്രോൾ കൊടുക്കാനുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ്. ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുക്കണം. എവിടെ എന്റെ കുട്ടി ഇരിക്കണ്ടേ? മൂശാറ്റൊക്കെ മാറിയോ മൂശാറ്റ? അമ്മ വെറുതെ കാണെങ്കിൽ സഹായിച്ചു കൊടുത്തു. ഞാൻ ദോശ കൊടുക്കട്ടടി. രണ്ടുപേർക്കും സെപ്പറേറ്റ് മെനു ആയതുകൊണ്ട് ഒരുമിച്ച് കൊടുക്കാനും പറ്റില്ല. അംഗനവാടി പോകാനുള്ളതുകൊണ്ട് സായിനെ നേരത്തെ ഞങ്ങള് കുളിപ്പിച്ച് കയറ്റി. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ അംഗനവാടി. ഗുഡ് ബോയ് ആണ്. അംഗനവാടി പോകാൻ മടിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് അല്ലേ? നാളെ പോകണ്ട. ഈ സ്റ്റേജ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. ഇവൻ നന്നായിട്ട് സഹകരിക്കും. ആ അംഗനവാടിയിലേക്ക് എത്തിയാലാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുക. മുടുക്കനായി. കുട്ടിയുടെ കാര്യം കാവടിയും തുള്ളിപ്പോയ ആളായിരുന്നു. അംഗനവാടി ചെന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല വിഷമത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എല്ലാ കുട്ടികൾക്കും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എടുക്കണ രീതി ഉണ്ടാവുമല്ലോ ഉറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജനയുടെ ഉറങ്ങാനുള്ള ഫേവറേറ്റ് പൊസിഷൻ ഇതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വെരി ഡിഫിക്കൾട്ട്. എനിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ ഒരു 10-20 മിനിറ്റ് എടുത്ത് ഞാൻ തുള്ളിയിട്ട് അവളെ ഒന്ന് ഉറങ്ങി കിട്ടി. പിന്നെ കുറച്ചു നേരം എന്റെ മീ ടൈം ആണ്. എന്റെ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ഈ സമയത്താണ്. മാർച്ചിൽ എന്റെ മെറ്റേണിറ്റി ലീവ് തീരും. സോ ഞാൻ ഓഫീസിൽ പോണതിന് മുന്നേ ഇവൾക്ക് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ബോട്ടിലും ബ്രഷ് പമ്പും ഒക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ചുമ്മാ കടിക്കണേ ഉള്ളൂ കേട്ടോ. പാലാണ് കുച്ചോ. കിട്ടി. ഇനി ഞാനൊരു കഥ പറയാം. ഒരു സ്ഥലത്ത് ഒരു പാവം കേക്ക് ഉണ്ടാക്കുന്ന അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു പൂച്ച വന്നിട്ട് ആ അങ്കിളുടെ കേക്ക് എടുത്തിട്ട് ഓടും. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഓരോ പാടുകളെ. അടുത്ത വീട്ടിലൊക്കെ തെങ്ങ് കയറുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ തേങ്ങ കനാലിൽ പോയി. അപ്പൊ വന്നു അവരുടെ രക്ഷക ലുലു. അതെ, കനാലിൽ ഇറങ്ങി എല്ലാവരുടെ തേങ്ങയൊക്കെ പെറുക്കി കൊടുത്തിട്ട് ഞാൻ എന്താ ജന്നേനെ ഉറക്കാൻ പോവാണ്. ജന്ന ഉറങ്ങി. അപ്പം ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് സായിനെ വിളിച്ചിട്ട് വരാം അംഗനവാടിയിൽ നിന്ന്. 3:30 ഞാൻ രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണെന്ന് 3:30 ആവാൻ വേണ്ടിയിട്ട്. കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു സക്കടതാലേ കുട്ടുമ്മ കുട്ടു. റോണ ഉറങ്ങണോണ്ട് എൻ്റെ യായ്ക്ക് കളിക്കാൻ ആരുമില്ല അല്ലോടെ കണ്ണ. അപ്പം എൻ്റെ കുട്ടി പഴം കഴിക്കുകയാണ്. റോണ എണീറ്റിട്ട് വേണം എൻ്റെ കുട്ടിക്ക് റോണയുടെ കൂടെ കളിച്ചാണല്ലേ. പിന്നെ
താങ്ക് യു. പിന്നെ ദാ സന്ധ്യക്ക് പപ്പ വന്നപ്പോ കുട്ടികൾക്ക് മാത്രം കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് വന്നു. ഇവളെ ഇപ്പൊ ഇതിന്റെ അകത്ത് എക്സ്പേർട്ട് ആട്ടോ. ഇവിടെ ആയിക്കുഞ്ഞു പോയേ ദോശയും ഫിഷ് ഫ്രൈയും കഴിക്കും. ദോശ 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 ദോശ. പെണ്ണ് വന്നുണ്ട്. പപ്പ വന്നാ പിന്നെ നമുക്ക് നല്ല സുഖമാണ്. കുട്ടികളെ നോക്കാൻ പപ്പ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രാത്രിയിലത്തെ ഡിന്നർ സായിക്ക് പപ്പയും റോണോക്കും ഉമ്മിയുമാണ് കൊടുക്കുന്നത്. രണ്ടുപേരും രണ്ട് ടൈപ്പാണ്. അതെ, കൈ നിറയെ സർപ്രൈസ് ആയിട്ട് ജസീല ദാ ഓഫീസിൽ നിന്നെത്തി. ഡിന്നർ നമുക്ക് ചോറും ഫിഷ് ഫ്രൈയും പരിഞ്ഞീനും കറിയൊക്കെ ആയിരുന്നു. Say good night. Good night. Say good night. Good night. Say good night പറയ്. ഉറക്കെ പറയ്. Good night. അപ്പോൾ അതങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ അവർ ഫാമിലി. ഗുഡ് നൈറ്റ്.